അത് നമ്മൾ കാണുന്നു, നമ്മളൊരു പെട്ടെന്നൊരു ചങ്ക് തകർന്നു പോകുന്ന ഒരു കാഴ്ച തന്നെയാണത്. ഇത്രയും പേരൊക്കെ എടുത്തിരിക്കുന്നത് കാണുമ്പോൾ. പക്ഷേ ഇത് മാക്സിമം വേഗത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് ഇത് വീട്ടുകാർക്ക് കൈമാറാമെന്നുള്ളതാണ് നമ്മുടെ സിയാലിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് ഭംഗിയായിട്ട് നമ്മളും സിയാലിൻ്റെ തീരുമാനത്തോടൊപ്പം നമ്മൾ ചേർന്ന് വന്നു. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹം അവിടെ നിന്ന് വിമാനത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറുന്നത് വരെയുള്ള ആ ഒരു വർക്ക് ചെയ്തിരുന്നത് ഇവിടുത്തെ സിയാലിലെ കാർഗോ സ്റ്റാഫാണ്. അവർ തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഒരു പക്ഷേ ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം കൂടിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ കടന്നുപോയിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും. നമ്മളൊരു 24 വർഷമായി ഈ എയർപോർട്ടിൽ നമ്മൾ പല മേഖലയിലും നമ്മൾ ജോലി ചെയ്യുന്നു. ബോഡീസൊക്കെ സാധാരണ രീതിയിൽ 1-2 വരാറുണ്ട്, പല സ്റ്റേറ്റിലേക്കും പല രാജ്യത്തേക്കും പോകാൻ വേണ്ടി. പക്ഷേ ഇത്രയും വലിയ നമ്പർ നമ്മൾ ആദ്യമായിട്ടാണ് അത് നമ്മൾ കാണുന്നു, നമ്മളൊരു പെട്ടെന്നൊരു ചങ്ക് തകർന്നു പോകുന്ന ഒരു കാഴ്ച തന്നെയാണത്. ഇത്രയും പേരൊക്കെ എടുത്തിരിക്കുന്നത് കാണുമ്പോൾ. പക്ഷേ ഇത് മാക്സിമം വേഗത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് ഇത് വീട്ടുകാർക്ക് കൈമാറാമെന്നുള്ളതാണ് നമ്മുടെ സിയാലിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് ഭംഗിയായിട്ട് നമ്മളും സിയാലിൻ്റെ തീരുമാനത്തോടൊപ്പം നമ്മൾ ചേർന്ന് വന്നു. അപ്പോൾ ഡ്യൂട്ടി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഡ്യൂട്ടി ഇല്ലാത്തവർ ഞങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം നമ്മുടെ ഒരു സേവനം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചു. ഈ കേരളത്തിൻ്റെ മലയാളീസ് ആയിട്ടുള്ള മലയാളികളോട് മുഴുവനുള്ള ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അതോടൊപ്പം തമിഴ്നാട് ജനതയോടും കർണാടകത്തിലുള്ള ആ വീട്ടുകാരോടും ഉള്ള ഞങ്ങൾ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഞങ്ങൾ സേവനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കണ്ടത്. ഒരുപക്ഷെ ആ മൃതദേഹം അവിടെ നിന്ന് ഈ എയർ ഇന്ത്യ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് ഏറ്റുവാങ്ങി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ബന്ധുക്കളുടെയൊക്കെ കണ്ണ് നിറഞ്ഞ് നമ്മളുടെ ഉള്ളിലെക്കുന്ന കാഴ്ചയായിരിക്കും. നിങ്ങളത് നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ വിങ്ങലായിരുന്നോ? ഇത് കണ്ടപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി. കാരണം ഇത്രയധികം മൃതദേഹങ്ങൾ ഒരേ സമയത്ത് ഹാൻഡ് ഓവർ ചെയ്തത് ആദ്യമായിട്ടാണ്. 26 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നത്. ഒരു ഒറ്റം തെറ്റൊക്കെ ആയിട്ട് പല ആളുകളും ഇവിടെ കേരളത്തിൽ ചികിത്സയ്ക്ക് വന്നിട്ട് പല രാജ്യത്തു നിന്നും മരിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി അങ്ങനെ ഓരോന്നൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആളുകളെ ഇവിടുന്ന് കയറ്റി പോണത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഞങ്ങളെല്ലാവർക്കും ഉണ്ട്. അത് ഞങ്ങൾ എല്ലാം ദുഃഖം രേഖപ്പെടുത്താണ് ഇതിനകത്ത് സിയലിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം സഹകരണത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. എല്ലാ നിർദ്ദേശം ഞങ്ങൾക്ക് സിയൽ തന്നു. അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപക്ഷെ അവരുടെ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് സേവനത്തിനിടെ ഇത്തരമൊരു അനുഭവം ആദ്യമായിരിക്കുമെന്നാണ് അവരൊക്കെ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ അല്ലേ ഒരുപക്ഷെ വലിയ വേദനാജനകമായ ഒരു സാഹചര്യമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. എങ്ങനെ എന്തായിരുന്നു നിങ്ങളത് ഏറ്റുവാങ്ങി ഇവിടെ ഇങ്ങനെ എത്തിവെക്കുന്നൊരു അതുവരെയുള്ളൊരു അനുഭവം? നമ്മൾ ഓരോ ഡെഡ് ബോഡിയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര കൂടുതലായിട്ട് ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ദുഃഖത്തോടു കൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരാണ്. ഇതിപ്പോൾ ഒരു സാധാരണ ഒരു ദൈനംദിന ഡ്യൂട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കൂടി ഒരു ഉള്ളറിഞ്ഞുകൊണ്ടുള്ളൊരു സേവനം എന്നുള്ള നിലക്കൊക്കെ കാണാമല്ലോ. സേവനം തീർച്ചയായിട്ടും. നമ്മുടെയും കൂടി ഒരു കുടുംബാംഗം എന്ന ലെവലിൽ അവരെ വീട്ടുകാരെ അതുകൊണ്ട് തന്നെ നൈറ്റ് കഴിഞ്ഞുള്ള ഷിഫ്റ്റിലുള്ള ആളുകളും ഉച്ചവരെ നിന്നുകൊണ്ട് ഇതിനകത്ത് പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് ഞങ്ങൾ ഡ്യൂട്ടി നോക്കിയിട്ടല്ല ഞങ്ങൾ ചെയ്തേക്കുന്നത്. കാരണം ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാണ്. ആ കുടുംബത്തോടൊപ്പം ഞങ്ങളും പങ്കാളികളാണ്. ഉള്ളിൽ ഒത്തിരി ദുഃഖത്തോടെ ആണെങ്കിലും ഞങ്ങൾ അതിനകത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആരും മാറി നിൽക്കാതെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ ടീമിൽ? ഞങ്ങൾ ഏകദേശം 35-40 പേരോളം ഇതിനകത്ത് സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ കാർഗോയുടെ മൂവ്മെൻറ്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടേക്ക് കൂടി വരുന്ന കുറച്ച് സ്റ്റാഫുകൾ ഞങ്ങൾ അവിടേക്ക് കൂടി വെച്ചിട്ട് രണ്ടും ഒരേ രീതിയിൽ, അതായത് ഒരു പ്രവർത്തനത്തിന് കാർഗോയുടെ മൂവ്മെൻറ്റുകൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഞങ്ങളത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 10-22 വർഷമായിട്ട് ഇവിടെ ഓരോ ബോഡികൾ വരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ബോഡികൾ ഒരുമിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനൊരു ഇതും. അപ്പോൾ അതിൽ ഞങ്ങൾക്കുള്ള സങ്കടം, എന്തായാലും മാനസിക വിഷമം കുടുംബാംഗങ്ങളോടും അറിയിക്കുന്നു. എന്തായാലും കഴിഞ്ഞ കുറേ നാളത്തെ സേവനത്തിനിടയ്ക്ക് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ തന്നെ ഇത്ര ഒരു വേദനാജനകമായ സാഹചര്യം ആദ്യമായിട്ടാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സിയാലിലെ കാർഗോ സ്റ്റാഫ് പങ്കുവെക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ കാഴ്ചയാണ് അല്ലെങ്കിൽ അനുഭവമാണ് അവർ നമ്മോട് പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ രാഹുലിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.